നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ എമിഷൻ കൺട്രോൾ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ പലരും നമ്മളോടൊക്കെ ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ശരിക്കും എന്താണ് ഈ എമിഷൻ കൺട്രോൾ എന്ന് പറയുന്നത്? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന യൂസർ ED2SS6SN72 എന്നുള്ള പേരിലാണ്. ചോദ്യം ഇങ്ങനെയാണ്: എന്താണ് എമിഷൻ സ്റ്റാൻഡേർഡ്സ്? എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ ഇടാമോ? 100%. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം തന്നെ എമിഷൻ കൺട്രോൾ വരുന്ന ഓരോ വാഹനത്തിലും ഇപ്പോൾ BS6 എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ് 6 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും 5 മിസ്സായിട്ടുണ്ട്. 4 ഉണ്ടായിരുന്നു, 3 ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൽ 4 ആണ് ഏറ്റവും, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്തത് 4 തന്നെയായിരുന്നു. അപ്പോൾ BS4 വാഹനങ്ങളിലൊക്കെ നമുക്കറിയാം, നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ചില വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. BS4 ആണെന്നുണ്ടെങ്കിൽ അവർ പിന്നെയും ഒരു വർഷത്തേക്ക് തരും. BS3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊല്യൂഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഒരു 6 മന്ത്സ് വരെയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് ശരിക്കും ഈ BS1, BS2, BS3 എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ പൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡാണ്. അതായത് ഇത്രയും പൊല്യൂഷനെ ഈ ഒരു വാഹനം ഉണ്ടാക്കാവുള്ളൂ. അതായത് ഈ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന എമിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിനകത്ത് നിൽക്കണം, അതിൽ കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡീസൽ വാഹനങ്ങളൊക്കെ സ്റ്റോപ്പായി പോയതിൻ്റെ പ്രധാന കാര്യം ഇത് തന്നെയാണ്. CNGs അവർ അലൗ ചെയ്യുന്നുണ്ട്, LPGs ഒക്കെ സ്റ്റോപ്പായി വന്നു. CNGs ആണ് ഏറ്റവും കൂടുതൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങൾ. കാരണം പെട്രോൾ വാഹനത്തിൽ എമിഷൻ വളരെ കുറവാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ബേണിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാർബൺ ഡെപ്പോസിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പൊല്യൂഷൻ്റെ സ്റ്റാൻഡേർഡ്സ് അത് മീറ്റ് ചെയ്യാറുണ്ട്. അതായത് എക്സോസ്റ്റിൽ നിന്ന് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും കാര്യങ്ങളൊക്കെ കൂടുതൽ പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, നോക്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസസ് ആണ് പുറത്തോട്ട് വിടുന്നത്. അങ്ങനെ ഗ്യാസസ് ഇത്രയും ഹാംഫുൾ ആയിട്ടുള്ള പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓസോൺ പാളികൾക്കൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അതും പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പൊല്യൂഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റ് കൂടും. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ചൂട് കാരണം ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെ ഇനി മുമ്പോട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വാഹനത്തിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ്, അതായത് പുറത്തോട്ട് പോകുന്ന എക്സോസ്റ്റ് അതുപോലെ പ്യുവറായിട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏറ്റവും നല്ല രീതിക്കാണ് ഇത് പുറത്തോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കുറേ കൂടെയൊക്കെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് മെയിനായിട്ട് ശരിക്കും എമിഷൻ സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് BS6 ശരിക്കും പറഞ്ഞാൽ പല കമ്പനിക്കാർക്കും ഡീസൽ വാഹനങ്ങൾ ഇറക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാര്യം ഈ BS6 വന്നപ്പോഴേക്കും, അതിൻ്റെ പൊല്യൂഷൻ നോംസ് വന്നപ്പോഴേക്കും അത് മീറ്റപ്പ് ചെയ്യാൻ പറ്റാതെ വന്നു. അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ഇനിഷ്യൽ കോസ്റ്റ് വേണ്ടി വരും. ആ കോസ്റ്റ് പറ്റാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ബാക്കപ്പ് നടത്തിയതും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡീസലിൻ്റെ ഇനിയിപ്പോൾ എങ്ങനെയാണ് മുമ്പോട്ട് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ നമുക്ക് ഒരിക്കലും ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് കുറേ പേര് ഇപ്പോൾ ഈ ഡീസൽ സ്റ്റോപ്പ് ചെയ്ത് പെട്രോൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇറക്കുന്നത്. പിന്നെ EVs ഉണ്ട്, ഹൈബ്രിഡ്സ് ഉണ്ട്. ഹൈബ്രിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും കുറച്ചുകൂടെ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എഞ്ചിൻ വർക്കിംഗ് ആയിരിക്കത്തില്ല, എഞ്ചിൻ ഓഫായി ഇടയ്ക്ക് ബാറ്ററിയിലും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫംഗ്ഷൻ നടക്കുന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ പൊല്യൂഷൻ അവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും മെയിനായിട്ട് നമ്മുടെ എമിഷൻ കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്.